എൻ്റെ പൊന്നു മക്കളെ, ഇതിൻ്റെ രുചി ഒരു തവണ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മുരിങ്ങയില നമ്മൾ തേടി പിടിച്ച് പറിച്ചെടുക്കും കേട്ടോ. അതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള തളിര് മുരിങ്ങയില എടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒന്ന് ഇലയൊക്കെ ഊരി വയ്ക്കുക. പിന്നെ ഒരു ഇടികല്ലിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മുരിയിച്ചെടുക്കുക. നന്നായിട്ട് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ 1 കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതെൻ്റെ പൊന്നു അടിപൊളിയായിട്ടുള്ള ഒരു മുരിങ്ങയിലേൻ്റെ താളിപ്പാണ് കേട്ടോ. ഗംഭീര ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതേ നമ്മൾ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഊരി വെച്ചിരിക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള തളിര് മുരിങ്ങയിലയും കൂടി ഇത് കണ്ടോ, ഇതുപോലെ ഒരു പിടി മുരിങ്ങയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതും കൂടി ഒന്നും കൂടി നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. എൻ്റെ പൊന്നോ, ചൂട് ചോറിൻ്റെ കൂടെ ഗംഭീരമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഗംഭീരമാണ് ഈ ഒരു മുരിങ്ങയില താളിപ്പ്. ഇതേ എല്ലാം റെഡിയായി വന്നപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ച് കൊടുത്തു. നല്ല ചൂട് ചോറ് വിളമ്പിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുരിങ്ങയിലേൻ്റെ താളിപ്പും കൂടി ഒഴിച്ച് ഞാൻ ഇത് കഴിക്കാൻ പോവാണ്. ഓടിപ്പോയിട്ട് മുരിങ്ങയില പറിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. സൂപ്പറാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.